ഹലോ ഗൈസ്. വണ്ടിയുടെ പ്രാവശ്യം ബുക്കിൽ ഓടങ്ങ് റോഡിലോട്ട് വേണം. ഫോട്ടോഷൂട്ടാണോ? ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് നാടൻ വിശേഷങ്ങൾ. നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഒരറ്റത്ത് ഞങ്ങൾ തുടങ്ങണം, എന്നിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ തുടങ്ങാല്ലേ? ഒരു നാടൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുത്തിയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. പക്ഷെ ഈ ഹെയർ സ്റ്റൈലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ലൊരു അലുവയും മത്തിക്കറി ലുക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവരുടെയും നോട്ടം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിവിടെ ആറുവരിപ്പാതയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ റോഡിന്റെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ. നല്ല പൊടി ഇതൊക്കെയുണ്ട്. ഭയങ്കരമായിട്ട് മാറിപ്പോയി, കണ്ടാൽ മനസ്സിലാവണില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. 2 വർഷം കഴിഞ്ഞ സ്ഥലം. ഇനി നമ്മുടെ അമ്മയും കൂട്ടി അമ്മേന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ, അമ്മൂമ്മനെ കാണാനായിട്ട്. ഭയങ്കര പഞ്ചലായതുകൊണ്ട് ഇതാ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അമ്മൂമ്മയുടെ പണി നോക്കി പോയിട്ടുണ്ട്. വിളിച്ചിട്ട് എടുക്കുന്നില്ല, ആളെ കിട്ടണമില്ല. എന്റെ പൊന്നോ, ഒന്ന് പേടിച്ചെങ്കിലും ചക്ക വേവിച്ചത് കൊണ്ട് തന്നതുകൊണ്ട് വെറുതെ വിട്ടിരിക്കണം. നിമ്മയുടെ ചക്കയും അത് കഴിഞ്ഞ് മാമ ദാ എവിടുന്ന് നല്ല വിളഞ്ഞ ചക്ക കൊണ്ട് തന്നിരിക്കുന്നു. ഓ, ഇന്നത്തെ ദിവസം കുശാലായിട്ടുണ്ട്. അപ്പൊ സുഖമായി കിടന്ന് ഉറങ്ങാല്ലേ, എന്നിട്ട് നാളെ വീണ്ടും തീറ്റി തുടങ്ങാം. അങ്ങനെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് നല്ല ചൂട് അപ്പവും ഇന്നലത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. നാടൻ ചിക്കൻ കറിയാണ്. നമ്മളിവിടെ മാമന്റെ മോൻ സുബിനും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മൂമ്മ എനിക്ക് പൊങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, എനിക്ക് എന്തൊരു ഇഷ്ടം അറിയോ ഈ സാധനം. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലായാലും അമ്മൂമ്മയായാലും കുറേ തേങ്ങ എടുത്തിട്ട് കണ്ണിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കിളിച്ച് വരുമ്പോഴാണല്ലോ ഈ സാധനം ഉണ്ടാവും. ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഒരു ബ്രോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളോട് കുറച്ചു നേരം കഥ പറഞ്ഞോണ്ടൊക്കെ ഇരുന്നു. ടോമി കുട്ടാ, റൊട്ടീൻ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പറമ്പിലൂടെയൊക്കെ നടന്നിറങ്ങി കേട്ടോ. നമുക്ക് കുറേ ഓർമ്മകളുള്ള ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. നീ എന്നെ നോക്കണ്ട, അയച്ചടാ. അത് കഴിഞ്ഞ് ഒരു തോട്ടി എടുത്ത് അമ്മൂമ്മ കൂടെ കൂടിയിട്ടുണ്ട്. നമ്മൾ പേരയ്ക്ക പറിക്കാൻ പോവാണ്, വലിയ ചോക്ക് ഇട്ടിട്ട്. അപ്പുറത്തെ പറമ്പില് എനിക്ക് പറഞ്ഞ ഇവിടെ ഒരുത്തിന്റെ ഒടുക്കത്തെ ഞളപ്പ് കാരണം ജാതിക്ക് തിന്നാനുള്ള മുടിലും മതിലും ചാടി വല്ലവന്റെയും പറമ്പിൽ കയറി മോഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മോഷണം ഒരു കലയാണ് സുഹൃത്തെ, കലയാണ്. അവർക്ക് മനസ്സിലാവും, സ്മഗ്ലിങ്ങിന്റെ കാര്യം ഇപ്പൊ. Well done, my boy. ഇത് കറയില്ല.
ഈ കമ്പനിയൊക്കെ തട്ടി ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പല്ല് പോകും. സ്റ്റക്കായി പാവം ചമ്പമരം. ഓ ഇനി മനസ്സിലാവും. തീറ്റ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന മാമന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് മാമീനെ കാണാനുണ്ട്. പിന്നെ 2 വർഷം ശേഷം ബാക്കി കയറുന്ന സന്തോഷം ഉണ്ടെങ്കിൽ ഇവർ ഓടിക്കുന്നതിന്റെ ഒരു പേടി മാത്രമേ ഉള്ളൂ. നമ്മളവിടെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പില്ല. നമുക്ക് എന്താവുമെന്ന് കണ്ടറിയാം. നിങ്ങളുടെ എന്റെ പ്രാർത്ഥന കാരണം നമ്മൾ വീട്ടിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിൽ മാമിയുടെ വക അടിപൊളി ഊണും കഴിച്ചു. സുബിനെ വിളിച്ചപ്പോഴത്തേക്കും സുബിന് ഓടി എത്തിയിട്ടുണ്ട് കേട്ടോ. സ്നേഹം കൊണ്ടാണെന്നാന്ന് വിചാരിക്കണ്ട. ഇവന്റെ കുറച്ച് ഫോട്ടോഷൂട്ടിനാണ്. പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് ആള് ഓം ശാന്തി ഓശാനിലെ സ്റ്റൈലിൽ നടക്കാണ് കേട്ടോ. ഇതേതാണ് ഈ മുതലത്തിന് മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആളിതാ അതൊരു തക്കം നോക്കിയിരിക്കാണ് കേട്ടോ. ഒരു ചാൻസ് കിട്ടിയ ഉള്ളി കയറാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ടൗണിലായതുകൊണ്ട് തന്നെ തറവാട്ടിലെ പോലെ ഓടിക്കളിക്കാൻ സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പൊ തേരെ പോരെ നടന്ന് തന്നെ തീർക്കാം. നോക്ക് ഈ പൂച്ചക്കുട്ടി ഉള്ളി കയറാൻ നോക്കുന്നുണ്ടോ? എന്തുടായിപ്പല്ലേ. പണ്ട് അപ്പൂപ്പൻ ഉണ്ടായിരുന്ന കാലം തൊട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള റിച്വലാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഒരു പലഹാരം വാങ്ങാന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ചൂസ് ചെയ്ത് നല്ല മുട്ട പപ്സും പിന്നെ സുഖിയനും ആണ് കേട്ടോ. എന്റെ സിമ്മിന് എപ്പോഴും ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂസ് ആണ് കേട്ടോ. അപ്പൊ ഒരു 3 നില മോളിൽ കയറിയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും നിവർത്തിയുള്ളൂ. ഇനിയാണ് നമ്മുടെ പ്രധാന പരിപാടി. ഞാൻ കഷ്ടപ്പെട്ട് സെറ്റാക്കി എടുത്ത ഈ കൊറിയൻ ഹെയർ സ്റ്റൈല് അമ്മൂമ്മയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല. ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് മാത്രം ഇനി വീട്ടിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി അതിലേക്ക് പോവാണ്. പിള്ളേർ ഓരോ ആഗ്രഹങ്ങളല്ലേ, അത് നമ്മൾ സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇവര് പറയാതെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ LKG ഒക്കെ തിരിച്ചു കിട്ടിയ സന്തോഷമാണോ വിഷമമാണോ ഒരു വികാരം ഇല്ലാതെ ഞാനും ഇരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മൂമ്മയ്ക്ക് അത് അങ്ങോട്ട് അത്ര ബോധിച്ചു എന്ന് എനിക്ക് തോന്നണില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ കൂടെ പ്ലാൻ ആയിരുന്നു ഇതെന്ന് അറിഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. കാരണം എനിക്ക് മുടിയില്ലാന്ന് പരാതി പറഞ്ഞ് നടന്ന ആൾക്കാരാണ് ഇതൊക്കെ. വല്ലാത്ത പുരോഗമനം അല്ലേ. അമ്മയുടെ വീട്ടിലുള്ള 3ാമത്തെ ദിവസം അപ്പവും ചിക്കൻ സ്റ്റൂല തുടങ്ങിയേക്കണേ. ഞാനിന്നൊരു ചെറിയ ഹെൽത്ത് ചെക്കപ്പിന് പോവാ കേട്ടോ. നാട്ടിലൊക്കെ വന്നൊരു പ്രവാസിയുടെ റോൾ എടുക്കല്ലേ. പിന്നെ ആ ചടങ്ങ് കൂടെ അങ്ങോട്ട് ആവാന്ന് വിചാരിച്ചു. രാവിലെ എന്നെ സേഫ് ആയിട്ട് ബസ് കയറ്റി വിടാനായിട്ട് എന്റെ അനിയത്തിയാണെങ്കിലും ചേച്ചി എന്ന് അവകാശപ്പെടുന്ന ഒരു മുതലോടെ കൂടെ ഉണ്ട് കേട്ടോ. സ്കൂളിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ പിള്ളേരൊക്കെ നോക്കി ടാറ്റായിരുന്നുണ്ട് കേട്ടോ. ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. നമ്മളിനി പരിപാടികളൊക്കെ കഴിഞ്ഞ് അച്ഛന്റെ കൂടെ വീട്ടിലേക്കൊന്നും ആണ് കേട്ടോ. ഇനി വീട്ടിൽ പോയി ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് അവിടെ നിന്നും കഴിച്ചിട്ട് അടുത്ത പരിപാടി ചാർലി കുട്ടാ. ഹലോ ചാർലി കുട്ടനാടോ. വഴിയിൽ നിന്ന് നല്ല പഴുത്ത ചിക്ക് വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതിങ്ങനെ തിന്ന് തീർത്തപ്പോഴത്തേക്കിനും എന്താ അച്ഛനും അമ്മയും കൂടെ നല്ല പൊതിച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ നല്ല കൊഞ്ചുതീലും എന്റെ പൊന്നോ നാവിന്ന് വെള്ളം ഊറിയിട്ടയ്യ. പോസ്റ്റ് ലഞ്ചായിട്ട് നല്ല പഴുത്ത ആത്തക്കയും കൂടെ കഴിച്ചിട്ട് നമുക്ക് ചെമ്പരത്തി പറിക്കാം. എൻ്റെ ഒരു നൈജീരിയൻ ഫ്രണ്ട് അവർക്ക് ഹിബിസ്കസ് ടീ ഉണ്ടാക്കാനാണ് അത്ര ചെമ്പരത്തി ഉണക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നാടൻ ചെമ്പരത്തി ഇല്ല. പക്ഷെ ഇതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കൈ കിട്ടുന്നതെല്ലാം പറിച്ചിട്ടിട്ട് ഉണക്കാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ.
നമ്മൾ കണ്ട വീണ്ടും അമ്മയുടെ വീട്ടിലോട്ടൊന്ന് പോവാണ് കേട്ടോ. അമ്മയ്ക്ക് പാടത്തിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി നടക്കാനൊക്കെ ഭയങ്കര കൊതി, കുറെ വർഷമായി അത്ര. ചെറുപ്പത്തിൽ ഈ ഒരു യാത്ര ഭയങ്കര ആഗ്രഹിച്ച് കൊതിച്ച് കിട്ടണതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്പെഷ്യലും നൊസ്റ്റാൾജിക്കുമാണ് ഞങ്ങൾക്ക്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അനിയത്തി മാമന്റെ മോനും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോഷൂട്ടാണോ? ഫോട്ടോഷൂട്ടാണോ? നമ്മുടെ സൺസെറ്റ് പടത്തു പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇതാ പഴമൊക്കെ കഴിച്ച് ഇറങ്ങാണ് കേട്ടോ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. അമ്മ ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഇവരിപ്പോ രൂപം അങ്ങ് മാറിയില്ലേ? Perform a safety check before you fly. ഡ്രോണൊക്കെ എടുത്ത് എല്ലാം സെറ്റായിരുന്നു. പക്ഷെ നിൽക്കുന്നതിന്റെ തലപ്പത്ത് ഫുള്ള് മരങ്ങളും തെങ്ങും ലൈൻ കമ്പിയും. എനിക്ക് ഇങ്ങനത്തെ സാഹചര്യത്തിൽ പറത്ത് ശീലമല്ലോ ഗൈസ്. നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തല്ലേ നമ്മൾ പറത്തി ശീലിച്ചേക്കണേ. അങ്ങനെ ഞാൻ ഏകദേശം പെട്ട പോലെ ആയിട്ടുണ്ട്. പക്ഷെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പറത്തി കിട്ടും. അപ്പോഴത്തേക്കും കുറച്ച് ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല ദൂരത്ത് നമ്മൾ പറത്തി. പിന്നെ ഞാൻ വിചാരിച്ചു അവസാനം ആകുമ്പോഴത്തേക്കിനും മറ്റേ പാടത്ത് കിടക്കാമെന്ന് വിചാരിച്ചു. ചെടിയിൽ പോയി മുങ്ങിത്തപ്പി എടുക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വളരെ സേഫായിട്ട് തിരിച്ച് ലാൻഡ് ചെയ്യി. ബാറ്ററി അങ്ങോട്ട് കുറഞ്ഞ ഒരു പണിയും കൂടെ അങ്ങോട്ട് കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായി. ലാസ്റ്റിൽ അത് തെങ്ങിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ തട്ടി അതിന് ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് അത് നമ്മളെ നിലം പതിച്ചിട്ടുണ്ട്. ഞാൻ വെച്ച് മൊത്തത്തിൽ തരിപ്പണമായിരുന്നു. പക്ഷെ ഇല്ല, നമ്മൾ സേഫ് ആയിട്ട് തന്നെ നമ്മളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നേരെ നന്നായി ഇട്ടുന്നുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ രണ്ട് സിപ്പപ്പും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചിട്ട് പോവാം കേട്ടോ. നൊസ്റ്റാൾജി. ഇനിയിപ്പോ അമ്മൂമ്മ വീട്ടിൽ നല്ല പുഴുക്കൊക്കെ പുഴുങ്ങി വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. നിങ്ങളേക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നാ പിന്നെ കൂടെ കൂടിക്കോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.